നമ്മുടെ ധ്യാനത്തിനായി കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച ഒരു വാക്യം വായിക്കാം. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിനെ മുറുകെ കണ്ടുവലിച്ചു, എങ്കിലും സമുദ്രം കോപിച്ചു, കോൾ പെരുകി വരുന്നത് കൊണ്ട് അവർക്ക് സാധിച്ചു. മതി. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, എന്നാൽ അവർ കരയ്ക്കടുക്കേണ്ടതിന് മുറുകെ കണ്ടുവലിച്ചു, എങ്കിലും സമുദ്രം കോപിച്ചു, കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. ക്രിസ്തീയ ജീവിതയാത്ര കപ്പലിന് തുല്യമാണെന്ന് നാം കഴിഞ്ഞ ആഴ്ചകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് കോൾ പെരുകുവാൻ കാരണമെന്നൊക്കെ വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ നാം യോനായുടെ ജീവിതത്തിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കിയതായി കാണുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. പല കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ക്രിസ്തീയ ജീവിതം നമ്മൾ ലക്ഷ്യം കരയ്ക്കെത്തുക എന്നുള്ളത് മാത്രമാണ്. നാം എല്ലാവരും കടലിൽ ആരോടെ ഓടുന്നത്? നാം എല്ലാവരും കടലിൽ യാത്ര ചെയ്യുന്നവരാണ്. നാം എല്ലാവരും അക്കരയ്ക്കെത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നേരത്തെ വായിച്ചപ്പോൾ പറഞ്ഞതുപോലെ പ്രമോഷനാണ്. അനേക പ്രമോഷൻ വാങ്ങിപ്പോയി. ഇനി നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരും ഈ വർഷം എത്ര പേർ തന്നെ ഈ ആണ്ട് കഴിയും മുമ്പ് പ്രമോഷനായി പോകുമെന്നൊന്നും പറയാൻ സാധ്യമല്ല. ഓടി നടക്കുന്നവർ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. നമ്മൾ ലക്ഷ്യം കരയ്ക്കെത്തുക എന്നുള്ളതാണ്. കരയ്ക്കെത്തണമെങ്കിൽ നാം യാത്ര ചെയ്യുന്ന കപ്പൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്ര ചെയ്യുന്ന നമ്മുടെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്ന 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കപ്പൽ യാത്രയെ കുറിച്ച് കാണുവാൻ കഴിയും. അവിടെയുള്ള ആ യാത്ര എന്ന് പറയുമ്പോൾ 38-ാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ട് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. കർത്താവിന് സ്തോത്രം. ഉഗ്രവാദമുണ്ടായിട്ട് കപ്പൽ യാത്ര ചെയ്യുന്നവരെ കാണുവാൻ കഴിയും. ആണ്ടവസാനം വരാൻ പോകുന്നു. ശ്രദ്ധിച്ച് ചെവി തുറന്ന് കണ്ണു തുറന്ന് കേട്ടോളൂ. സഹോദരന്മാര് ഈ അങ്ങോട്ട് അപ്പുറത്ത് പോയിരിക്കണം, ഇങ്ങോട്ട് ഇച്ചിരി നീങ്ങിയിരിക്കും, നന്നായിരിക്കും. പലരുടെ മുഖം കാണുന്നില്ല. ഇവിടെ ഒരു സ്ഥലമുണ്ടല്ലോ, പേര് പറയണ്ട, ഇങ്ങോട്ട് ഇച്ചിരി നീങ്ങിയിരുന്നാൽ നല്ലതായി. ഞാൻ നേരത്തെ പറയണമെന്ന് ഓർത്ത് പലരും ഇപ്പം അങ്ങോട്ട് പുറത്തേക്കൊന്ന് പോകാൻ നോക്കി. ഞാൻ അടുത്തായിട്ട് ഷട്ടർ താഴ്ത്തി വിടും, യാതൊരു മാറ്റവുമില്ല. ഷട്ടർ കുത്തി വെക്കുന്നതുകൊണ്ടാണ് കൂടുതൽ സൗകര്യം കിട്ടുന്നത്. കുറച്ചൊക്കെ നമ്മൾ ആരാധനയ്ക്ക് ഈ വിഷയങ്ങളൊക്കെ ക്രമീകരണം വരുത്തുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഈ ആഴ്ച ഇവിടെ പോട്ടെ. വരുന്ന ആളുകളൊക്കെ ഇവിടെ കുറേ സ്ഥലം കാലിക സഹോദരിമാരാണ്. പിന്നെ പറഞ്ഞ അനുസരിക്കുന്ന സ്വഭാവം അവർക്ക് പണ്ടേ ഇല്ലാത്തതാണ്. പണ്ടേ ഏകത്തോട്ടം പോലെ ഇല്ലാത്തത്. അതുകൊണ്ട് പിന്നെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ ഒക്കെ ഗ്യാപ്പുകളൊക്കെ കയറ്റ് വായിരിക്കുമ്പോൾ കാലുവേദന ഉണ്ടായിരുന്നു, കാരണം ജോയിന്റ് ഉള്ളത് കൊണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേദനയൊന്നുമില്ല. ഈ ഗ്യാപ്പിലൊക്കെ ഇരിക്കാമായിരുന്നു. ഒരു കയറ്റ് വായിട്ടേക്ക് ചവിട്ടി അതിനോട് ചേർന്നിരിക്കാൻ വേണ്ടി പറഞ്ഞത്. കൊച്ചുഭാഷ വന്ന് പറഞ്ഞാലേ അനുസരിക്കത്തുള്ളതാ പ്രശ്നം. കാരണം നമ്മൾ മൂപ്പനല്ല, വാസുമാനാകുമ്പോൾ അനുസരിക്കും. എനിക്കറിയാം, നിങ്ങളെല്ലാം അനുസരിച്ചുള്ള കാര്യം എനിക്കറിയാം. ഞാൻ എല്ലാ സമയത്ത് കൊച്ചു പാസ് വന്ന് ഗ്യാപ്പിന്റെ സമയത്ത് മീറ്റിംഗ് നടത്തിയത് എനിക്കറിയാം. അതെല്ലാം ചേർന്നിരുന്നില്ലേ? അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ കുറേയൊക്കെ നമ്മൾ അനുസരിക്കുന്നത് നന്നായിരിക്കും. അല്പസമയം നിർത്താൻ പോവുക. കർത്താവിന് സ്തോത്രം. ഇവിടെ വായിക്കുമ്പോൾ കപ്പൽ കയറുന്ന നിലവാരം കാണുവാൻ കഴിയും. ബർന്നബാസും പൗലോസും തമ്മിൽ ഉഗ്രവാദം. രണ്ടുപേരും സുപ്രസിദ്ധ പ്രാസംഗന്മാര്, രണ്ടുപേരും സുവിശേഷ വേലക്കാര്, രണ്ടുപേരും ദൈവത്തെ അറിഞ്ഞവരാ, രണ്ടുപേരും ശരിയായി കർത്താവിനെ ഇരിഞ്ഞ് പ്രകാശിക്കുന്നവരാ. പക്ഷെ അവരുടെ ഉള്ളത്തിൽ വരുന്നത് ഉഗ്രവാദം. രണ്ടുപേരും മോശക്കാര്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുക. ബർന്നബാസിന്റെ പ്രേരണയിലൂടെയാണ് അപ്പോസ്തലന്മാരിലേക്ക് പൗലോസിനെ കൊണ്ടാക്കിയത്. അപ്പൊ ബർന്നബാസ് പറയണ്ട, ഞാനാ സീനിയർ എന്ന് പറയും. ആരാ സീനിയർ? ബർന്നബാസ് പറയും, ഞാനാ സീനിയർ എന്ന് പറയും. പൗലോസ് പറയും, ഈ സീനിയർ ഒക്കെ നിനക്ക് ചുക്കും അറിയത്തില്ല, ഞാൻ ഡബിൾ അമ്മയെ പഠിച്ചത്, ഞാനാ സീനിയർ എന്ന് വിളിക്കും. ഏതായാലും സീനിയർ ജൂനിയറിന്റെ അല്ല, രണ്ട് വ്യക്തികളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വിഷയത്തിലായിരുന്നു ഉഗ്രവാദം.
രണ്ടുപേരും ഉഗ്രവാദം ഉണ്ടാക്കുകയാണ്. സഭക്കാരെല്ലാം കണ്ടോണ്ടിരിക്കുക. മൂപ്പന്റെ അടി. രണ്ട് ഉപദേശിമാരുടെ വാഗ്വാദം പത്രങ്ങളിൽ വായിക്കുന്നല്ല ഇപ്പോൾ. പിന്നെ ഐക്യ കുർബാന, ഏക കുർബാനയ്ക്കുള്ള പേരിൽ പറഞ്ഞ് മാർപ്പാപ്പയ്ക്കുള്ള കുർബാന ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കൂട്ടർ ലോകത്തിലോ കണ്ടിലെ കൊച്ചിയിലും സഭ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി കൂടി. അപ്പോൾ അൾത്താരയിലുള്ളതായ എല്ലാം മറിച്ച് കളഞ്ഞു. പിന്നെ ഒരു സ്വരൂപങ്ങളൊക്കെ അടി തലി തകർത്തു. ഇന്നലെ വരെയും കഴിഞ്ഞ ആഴ്ച വരെയും ആരാധിച്ച ഈശോയെ അടിച്ച് താഴ്ത്തിട്ടു. എന്തോരം കഷ്ടാന്ന് പറഞ്ഞു. ഇന്നിപ്പോ ആ ആരാധനാലയം പൂട്ടി കിടക്കുന്ന അവസ്ഥയിലായിരിക്കുക. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസം വിശ്വാസികൾ വാവിട്ട് നിലവിളിക്കുക. അപ്പോൾ ഇന്ന് തുടങ്ങിയതല്ല ഈ വാഗ്വാദം, പണ്ടേ ഉള്ളത്. ഇവിടെ വായിക്കുമ്പോൾ ബർന്നബാസും പൗലോസും കൂടെ ഉഗ്രവാദമുണ്ടായി. ഉഗ്രവാദം ഉണ്ടായിട്ട് യാതൊരു മനസാന്തരവും ഇല്ലാതെയാണ് കപ്പലിൽ പോകുന്നത്. പാട്ടുപാട് ബോട്ടിൽ ഞാൻ കയറിയിടും, പാട്ടോടെ യാത്രയ്ക്കായി പോകും. വാദിച്ചിട്ടാ പോകുന്നു. ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം കൈപ്പോടെയാണ് യാത്ര ചെയ്തു എങ്കിൽ ഈ വചനത്തിന്റെ മുമ്പിൽ താഴ്ത്തിപ്പെടുത്ത് കർത്താവേ, എൻ്റെ കൂട്ടു സഹോദരങ്ങളോട്, കൂട്ടുവേലക്കാരോട്, കൂട്ടുവിശ്വാസികളോട് കർത്താവേ, കൈപ്പോടെ ആയിരുന്നു ഞാൻ ഈ വർഷം യാത്ര ചെയ്തത്. ഈ കപ്പലിൽ ബർന്നബാസിനെ പോലെ കുപ്രോസിലേക്ക് ഞാൻ കപ്പൽ കയറിയത് ഒരു വാഗ്വാദത്തോടെ ആയിരുന്നു. തമിഴ് ബൈബിളിൽ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതിയിരിക്കുന്നത് കടും കോപം എന്നാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ടെ, 15:38 വസനം. பவுலோ அவன் பம்புலியா நாட்டிலே நம்மை விட்டு பிரிந்து நம்மோடு கூட ஊழியத்துக்கு வராததினால் அவனை அழைத்து கொண்டு போக கூடாது என்றான். இதை பற்றி அவர்களுக்குள்ளே கடுங்கோபம் വന്ന കടുംകോപം, ക്ഷിപ്രകോപം. കടുംകോപം ചെലുത്താൽ മുൻകോപിയായി തീരാൻ പെട്ടെന്ന് എന്ത് പറഞ്ഞാൽ കോപം. ഈ വർഷം ഓർത്ത് നോക്ക്, മനസ്സാക്ഷിയോട് ആരോടും ചോദിക്കണ്ട. കർത്താവെ, ഈ വർഷം എൻ്റെ ജീവിതത്തിൽ കടും കോപമുണ്ടായിരുന്നോ? ക്ഷിപ്രകോപികളായി ഞാൻ തീർന്നിട്ടുണ്ടോ? കർത്താവെ, മുൻകോപിയായി ഞാൻ മാറിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നല്ലോ. കർത്താവെ, ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഇനി ഒരു ആയുസ് ദൈവം തരുന്നതെങ്കിൽ ഒരു കർത്താവിൻ്റെ ജീവിതത്തിലുള്ളതായ കടും കോപം ഞാൻ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. വാഗ്വാദം കൂടിക്കഴിഞ്ഞാൽ പിന്നെ കടും കോപം തന്നെയാണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാശിയോ, എന്തൊക്കെ പ്രശ്നം എന്നറിയാമോ? ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതങ്ങനെ ഒന്ന് പറഞ്ഞു ആരും താഴത്തില്ല. സുവിശേഷ വേളയിലായാലും വിശ്വാസ വീട്ടിലായാലും വിശ്വാസികളുടെ വീട്ടിലായാലും സമൂഹത്തിലായാലും കോപത്തിന്റെ ആത്മാവിന് നാം കീഴ്പ്പെട്ടു പോകുന്നതെങ്കിൽ ഒരിക്കലും നാം വിട്ടുവീഴ്ചയില്ലാത്തവരായിത്തീരും. എങ്കിലും നാം കപ്പലിൽ യാത്ര ചെയ്യുന്നവരാണെന്നുള്ള കാര്യവും കൂടെ ഓർക്കണം. അപ്പൊ ബർന്നബാസ് ഇവിടെ അവൻ മർക്കോസിനെ കൂട്ടി കപ്പൽ കയറുകയാണ്. എങ്ങനെ കപ്പൽ കയറി? കടും കോപം നിറഞ്ഞവനായി, ഉഗ്രവാദമുണ്ടായി യാത്ര ചെയ്തതായി കാണുവാൻ കഴിയുന്നു. നമ്മുടെ യാത്രയിൽ അങ്ങനെ ഒരു ആത്മ നിലവാരമാണ് ഉണ്ടെങ്കിൽ നാം പിഴ കൊടുക്കേണ്ടി വരും. വാക്യം 19 വായിക്കുമ്പോൾ, നീതിമൊഴികൾ 19 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. എന്താ വായിച്ചാട്ടെ? മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും. വിടുവിച്ചാലും പിന്നെ അവൻ മുൻകോപം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും, മുൻകോപിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ കോപിച്ചോണ്ടിരിക്കും. തമിഴ് പടി കടുങ്കോപി അഗ്നിക്കുള്ളാണവൻ. കടുങ്കോപി അഗ്നിക്കുള്ള പോകുന്ന, അഗ്നിയിൽ പോകുന്ന, അതാ കറക്റ്റ്. കടുവോ കോപമുണ്ട്, മുൻകോപി കരച്ചിലും പല്ലുകടിയും നരകത്തിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്തുവാ പശുവിന്റെ പറയുന്നത്? കരച്ചിലും പല്ലുകടിയും നരകത്തിൽ എന്താ വരാൻ കാരണം എന്നറിയാമോ? ഇവിടെ ഇരിക്കുമ്പോൾ, ഭൂമിയിലായിരിക്കുമ്പോൾ ഉള്ള പല്ലെല്ലാം കടിച്ചെന്ന് മുറിഞ്ഞു. കണ്ടില്ലേ? കോപം വരുമ്പോൾ ശബ്ദം കേൾപ്പിക്കും, പല്ല് കടിച്ച് ശബ്ദം കേൾപ്പിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും. കണ്ടില്ലേ? ചിലർക്ക് നാക്ക് പുറത്തിട്ട് ഒരു തൊട്ട് കൊടുത്താൽ നാക്ക് പൊറിഞ്ഞ് താഴ്ത്തി വരുന്നതാണ് വിഷയം. ചില നാക്ക് പുറത്തേക്ക് ഇട്ടിട്ട് പല്ല് കടിക്കുന്ന നാക്ക് പുറത്തേക്കായി പോകും. നമ്മുടെ ജീവിതത്തിൽ സ്വഭാവങ്ങളൊക്കെ മാറണം. കടും കോപി അഗ്നിക്കിരയായി തീരാൻ പോവുകയാണ്. അപ്പോൾ ഉഗ്രകോപം കൊണ്ട് കടും കോപം നിറഞ്ഞതായ ജീവിതമാണ് ചെയ്ത് കപ്പൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയാതെ പോകും. വീണ്ടും നാം വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് തന്നെ വരുമ്പോൾ കാണുവാൻ കഴിയും.
7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വേറൊരു യാത്രയെ കുറിച്ച് പറഞ്ഞു വരികയാണ്. കപ്പൽ യാത്ര. അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 27:9 വരുമ്പോൾ ഇങ്ങനെ വളരെ നാൾ നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യം ആകൊണ്ട് പൗലോസ് പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. അടുത്ത് ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. അടുത്ത് അതെല്ലാം വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, നന്നായി പരിചയമുള്ള വചനമാണ്. അവിടെ വായിച്ചു വരുമ്പോൾ പൗലോസിന്റെ വാക്കിനേക്കാൾ അധികം കപ്പലുടമസ്ഥന്റെയും മാലിന്യയുടെയും വാക്ക് ശതാധിപൻ അധികമായി വിശ്വസിച്ചു. അതിനിമിത്തമായി അവർ മുന്നോട്ട് യാത്ര ചെയ്യുന്നതായി കാണുവാൻ കഴിയും. അങ്ങനെ ക്രേത്ത ദ്വീപിന്റെ മറപറ്റി യാത്ര ചെയ്യുന്നതായി കാണുവാൻ കഴിയുന്നു. അതിന് കാരണമുണ്ട്, തെക്കൻ കാറ്റ് മന്ദമായി ഊതുന്നതായി കാണുവാൻ കഴിയുന്നു. തെക്കൻ കാറ്റ് മന്ദമായി ഊതി താല്പര്യമൊക്കെ സാധിച്ചിരുന്നു അവർക്ക് തോന്നി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഒരു ഈശാനമൂലൻ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ നാം യാത്ര ചെയ്യുന്ന കപ്പൽ അലക്സാന്ദ്രിയ കപ്പൽ എന്ന് കാണുവാൻ കഴിയും 6-ാം വാക്യത്തിൽ. അപ്പോൾ അലക്സാന്ദ്രിയ കപ്പലുകൾ ധാരാളം ഉണ്ടെങ്കിലും പലതിനും പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വായിക്കുന്ന അലക്സാന്ദ്രിയ കപ്പൽ. അപ്പോൾ ആ കപ്പലിന്റെ യാത്ര ഇപ്പോൾ ക്രേത്ത ദ്വീപിന്റെ മറപറ്റി കൊള്ളുന്നു. കാരണം കൊണ്ട് പൗലോസിന്റെ വാക്കുകൾ അവർ കൈക്കൊണ്ടില്ല. ഇന്നും അതുപോലെയാണ്. സുവിശേഷ വേലക്കാരുടെയോ ദൈവ മക്കളുടെയോ അല്ലെങ്കിൽ ഭക്തരായി ജീവിക്കുന്നവരുടെ വാക്കുകൾ പലപ്പോഴും കേൾക്കാതെ പോകുന്ന വ്യക്തികളെ കാണുവാൻ കഴിയും. അതുപോലെ കുടുംബ ജീവിതങ്ങളിലും അങ്ങനെയാണ്. മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ നല്ല വാക്കുകൾ കൂട്ടുകാർ പറയുമ്പോൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നവരെ കാണുവാൻ കഴിയും. മാതാപിതാക്കന്മാർ അനുഭവങ്ങളുള്ളതായി ആയതുകൊണ്ട് അവർ പല കാര്യങ്ങളും നമ്മോട് പറഞ്ഞെന്ന് വന്നേക്കാം. ഒരിക്കലും മക്കൾക്കൊരു ദോഷം വരുവാൻ ഒരു മാതാവോ പിതാവോ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. ആ കാര്യം കൂടെ നാം ഓർത്തുകൊള്ളണം. വായിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ ഓർത്ത് ഇന്ന് അനേക യുവതലമുറ ഞങ്ങള് അമ്പലവയലിൽ പോയിട്ട് വരുന്ന വഴിക്ക് രാത്രി ഒരു 6 മണി ആയി ഹാപ്പി 7 ഡേയ്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിന്റെ മുമ്പിൽ വന്നപ്പോ അത് ഭയങ്കര ബ്ലോക്കാ, വഴി ഫുള്ള് ബ്ലോക്കാ. പിന്നെ സ്കൂട്ടറിലായോണ്ട് ഇങ്ങനെ വലിയ വലിയ വരികയാണ്, എങ്കിലും ഭയങ്കര ബ്ലോക്കാ. നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കുറെ പിള്ളേർ കൂടി നിൽക്കുന്നുണ്ട്. ആ ഹാപ്പി 7 ഡേയ്സിന്റെ മുമ്പിലായിട്ട് നോക്കുമ്പോൾ ആൺപിള്ളേരും ഉണ്ട് പെൺപിള്ളേരും ഉണ്ട്. എല്ലാവരുടെ കയ്യിലും സിഗരറ്റ് ഉണ്ട്. ആഞ്ഞു വലിക്കുകയാണ്. വസ്ത്രധാരണ പറയണ്ട. മാതാപിതാക്കൾ ഇതുമെല്ലാം അറിയുന്നുണ്ട്. LSD MDMA ഒക്കെ വലിച്ചിട്ട് വിടുകയാണ്. അവർക്കൊരു ഹരം പോലെ അതങ്ങ് തോന്നുകയാണ്. ആര് നിയന്ത്രിക്കാനുണ്ട് പ്രിയമുള്ളവർ? ഏതോ നാട്ടിലെ ആൾക്കാരൊക്കെയാണ് നമ്മളോട് നാട്ടിലെ അല്ല എങ്കിൽ പോലും മാതാപിതാക്കൾ അറിയാതെ അവർ കൂട്ടുകാരുമായി സല്ലപിക്കുന്നതായി കാണുവാൻ കഴിയും. ഒരു ന്യായവിധിയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ക്രൈസ്തവ കോളത്തിൽ കാണുവാൻ കഴിയും. പറഞ്ഞത് മാതാപിതാക്കളുടെ വാക്കുകൾ അനുസരിക്കുമ്പോൾ, അത് നടത്തിപ്പുകാരുടെ വാക്കുകൾ അനുസരിക്കുമ്പോൾ, അത് നമ്മെ സത്യോപദേശങ്ങളിലേക്ക് നയിക്കുന്ന അധ്യാപകരുടെ വാക്കുകൾ അനുസരിക്കുമ്പോൾ വരാൻ പോകുന്ന കഷ്ടനഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകും. കപ്പൽ തകർന്നാലും നമുക്ക് ജീവഹാനി ഒന്നും വരത്തില്ല. ഇവിടെ തന്നെ സംഭവിക്കുന്നത് ചരക്കിന് കപ്പലിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും നമ്മുടെ പ്രാണങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അത് പരമാർത്ഥം. പക്ഷേ അതൊന്നും ഏറ്റുകൊണ്ടില്ല. കപ്പൽ ഉടമസ്ഥൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ഞാനാ ഉണ്ടാക്കിയത്. എന്തുവാ ഈ സ്കാനിയ ബസ് സ്വിഫ്റ്റ് ഉണ്ടാക്കിയത് ഞാനാണ്, വഴിയിലൊന്നും കടക്കത്തിൽ. ഇന്നലെ 7-ാം വളവിൽ കടന്നു. എന്തുവാ ഇവിടുന്ന് ഒരു വിദ്വാൻ ഇവിടുന്ന് രാവിലെ പോയതാണ്. 7 മണിക്ക് ബസ് കയറി നമ്മുടെ സഹോദരൻ ഒരു തന്റെ സ്നേഹിതനും കൂടെ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ സഹോദരനെ അറിയും, കൂട്ടുകാരനെ അറിയും. 7 മണിക്ക് ഇവിടുന്ന് പോയത്. ഇവിടുന്ന് പോയി ചുരത്തിന്റെ അവിടെ
സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് എത്തിയപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഡ്രൈവറും കണ്ടക്ടർ ഡ്രൈവർ ആയതുകൊണ്ട് 3 പേരും കൂടെ നടന്ന് എന്താ ബ്ലോക്ക് എന്ന് അറിയാൻ വേണ്ടി നടന്ന് എവിടെ എത്തിയെന്ന് അറിയാമോ? അടിവാരത്തെത്തി. ഇന്നലെ സംഭവം സ്കാനിയ വഴി കണക്കിലെന്ന് ഓർത്തത്. നമ്മൾ പറയേ ഇത് കുഴപ്പമില്ല. ഡ്രൈവറും പറയും, പ്രിയമുള്ളവരെ, കപ്പൽ ഉടമസ്ഥൻ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ഞാൻ എന്റെ ഉടമസ്ഥയിലുള്ളതായ വാഹനമാ, കപ്പല ഒരു കേടും വരത്തില്ലെന്ന് പറഞ്ഞു. ഏത് പ്രതികൂലം വന്നാലും പ്രശ്നമില്ല, കൊടുങ്കാറ്റല്ല ചുഴലിക്കാറ്റ് വന്നാലും സുനാമി വന്നാലും എന്റെ കപ്പൽ ഒരു കുഴപ്പവും വരത്തില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശതാധിപൻ ഇത് കേട്ടപ്പോൾ തല കുലുക്കി. അങ്ങനെയാണോ? അതെ, കപ്പലിന് കുഴപ്പമില്ല. മാലിന്യ പറഞ്ഞു, ഞാൻ ഇതിനൊക്കെ വലിയ കപ്പലൊക്കെ ഓടിച്ച കൊള്ളില്ല. ഇതെല്ലാം പരിചയമുണ്ട്, 40 വർഷത്തെ പരിചയം എനിക്കുണ്ട്, അതുകൊണ്ട് ഒരു ചുക്കും പേടിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ശതാധിപൻ ചിന്തിച്ചു, പറഞ്ഞതൊക്കെ കറക്റ്റാണ്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെ സ്വന്തം ബുദ്ധിയിലൂടെ യാത്ര ചെയ്യുന്നുവെങ്കിൽ, സ്വയം ജ്ഞാനത്തിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ കപ്പൽ തകരും, ഉറപ്പായ വിഷയമാണ്. കപ്പൽ തകർന്നു പോയി തരിപ്പണമായി തീർന്നു എന്നുള്ളത്. ക്രേത്താദ്വീപിന്റെ മറപറ്റിയാണ് ഞാനും ഓടുന്നുവെങ്കിൽ ലക്ഷ്യത്തിൽ കപ്പലിലെത്തുവാൻ കഴിയാതെ പോകും, കരയ്ക്കടുക്കുവാൻ കഴിയാതെ പോകും. അതുകൊണ്ട് കണ്ടുപിടിക്കണം, ഇത് ഏത് ദ്വീപിന്റെ മറപറ്റിയാണ് ഓടുന്നത്. ക്രേത്താദ്വീപിന്റെ ക്രേത്തയെ കുറിച്ച് ബൈബിളിൽ പറയുമ്പോൾ അവർ ദുഷ്ട ജന്തുക്കൾ, അവർ പെരുവയറന്മാർ, മടിയന്മാർ, അവർ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക. കർത്താവിന്റെ സ്തോത്രം. അപ്പോ ആ ക്രേത്തദ്വീപിന്റെ മറയായിട്ട് ഓടുമ്പോൾ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ പോകുന്നത് എന്താ കാരണം? പൗലോസിന്റെ വാക്കിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഇന്നും അങ്ങനെയാണ്. പെന്തക്കോസ്ത് TPM എല്ലാം കുറവായത് കൊണ്ട് നമുക്കറിയാം, ഇന്ന് പ്രവാചകന്മാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. കോവിഡിന് ശേഷം ഇച്ചിരി കുറവുണ്ട്. കോവിഡിന് മുമ്പ് വരെ ഏതെല്ലാം അടിച്ചു വീഴ്ത്തുന്നു, ഊതി വീഴ്ത്തുന്നു, എറിഞ്ഞു വീഴ്ത്തുന്നു, ഏതെല്ലാം രീതിയിലെന്നറിയാമോ ജനത്തെ വീഴ്ത്തുന്നത് നമ്മളെല്ലാം കണ്ടവര്. കോവിഡ് തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ ആ രീതിയുള്ള അത്ഭുത പ്രവൃത്തികളൊക്കെ നിന്നു പോയി. കാരണം ഇത് ദൈവികമായിരുന്നില്ല പ്രിയമുള്ളവരെ. കുറെയൊക്കെ മാനുഷികമായിട്ടുള്ള നിലവാരങ്ങളിലൊക്കെ വീഴാൻ വേണ്ടി കുറച്ച് പേര്, വീഴ്ത്താൻ വേണ്ടി കുറച്ച് പേരും ഒക്കെ ഉണ്ടായിരുന്നു. ഓർക്കണം, ദൈവികമായ വിഷയങ്ങൾക്ക് ശാശ്വതമായിരിക്കും. അപ്പോൾ ദൈവികമായ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയും. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ പൗലോസിന്റെ വാക്ക് അവർ ചെവി കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ പ്രതികൂലങ്ങൾ കടന്നു വരികയാണ്. അവസാനം അവർ സൂര്യനെയോ 20-ാം വാക്യം വായിക്കുമ്പോൾ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. വളരെ പട്ടിണി കിടന്നു. കൊടുങ്കാറ്റ് വന്നപ്പോൾ ആഹാര സാധനങ്ങളെല്ലാം കടലിലേക്ക് എടുത്ത് എറിഞ്ഞു. സംഭവിച്ചതെന്നറിയാമോ? കപ്പൽ തകർന്നിരിപ്പണമായി തീർന്നു. അവരെല്ലാവരും പൗലോസ് അടുക്കൽ വരികയാണ്. പൗലോസ് വിളിച്ചു 22-ാമത്തെ വായിക്കുമ്പോൾ എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിച്ച പ്ലീസ് എന്ന് പറയുകയാണ്, ദയവായി എന്ന് പറയുകയാണ്. ഓർത്ത് നോക്ക്, നേരത്തെ പറഞ്ഞപ്പോൾ ഉൾക്കൊണ്ടില്ല, ഇപ്പോൾ അപേക്ഷിക്കുകയാണ്, കാല് പിടിച്ച് പറയുകയാണ്. ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നു, ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അടുത്ത് കപ്പലിനല്ലാതെ സഭയ്ക്കല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് TPM എല്ലാം അടിച്ച് തകരും. ഓർക്കണം, സഭയുടെ പേരും പറഞ്ഞ് പാരമ്പര്യം പിടിച്ചോണ്ടിരിക്കല്ലേ. എപ്പോഴും ഞാൻ പറയുന്ന വിഷയം, എവിടെയും പറയുന്ന വിഷയം. CPM പറഞ്ഞ് CPM-നെ 83-ൽ അടിച്ചു തകർത്തു. ഇപ്പൊ എന്തായി തീർന്നു? വിടുന്നില്ല. നമ്മളെ TPM-കാരായതുകൊണ്ട്, ഞാൻ TPM-കാരൻ തന്നെയാണ്. TPM എന്നുള്ള പേരാണ് ഇപ്പൊ നമ്മുടെ പ്രശംസ. നമ്മൾ TPM-കാരൻ. ഈ പ്രശംസയൊക്കെ മാറ്റിയിട്ട് യേശുവിന്റെ ദാസൻ എന്ന് പറ, നോക്കട്ടെ, പെന്തക്കോസ്തുകാരെന്ന് പറയും, അതിനാ മാന്യത. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാന്യതയുണ്ട്. സഭയുടെ ലേബലൊന്നും നമുക്ക് വേണ്ടതേ. കപ്പൽ തകരും. ഇവിടെ വായിക്കുമ്പോൾ കപ്പൽ തകരാൻ പോകുകയാണ്. പൗലോസിന്റെ വാക്ക് കേട്ടു, അനുസരിച്ചു, അത് പ്രകാരം ജീവിച്ചു. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും വരത്തില്ല. ഈ കപ്പൽ തകർന്നാലും എന്താ വായിക്കുന്നത്? കപ്പലിനല്ലാതെ നിങ്ങളുടെയും പ്രാണന് ഹാനി വരികയില്ല.
എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ, നിന്റെ സഭയിലുള്ള ജനത്തെ ഒക്കെയും ദൈവം നിനക്ക് ദാനം തന്നിരിക്കുന്നു. ഓർക്കണം, ദൈവമക്കൾ ദാനമാണ്, ടിപ്പിയും ദാനമല്ല. ഓർക്കണം, ദൈവമക്കൾ ദാനമായി തന്നിരിക്കുന്നു. സഭയെ ദൈവം ഒരു ലേബലുള്ള സഭയല്ല ദൈവം വിലയ്ക്ക് വാങ്ങിയത്. പിന്നെയോ എന്നെയും നിങ്ങളെ രക്തം കൊണ്ട് സമ്പാദിച്ചതാണ്. അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭയൊക്കെ തകരപ്പെട്ടു പോകും. എന്നാൽ പൗലോസ് പറയുകയാണ്, എന്നോട് സംസാരിച്ച എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവം ആ തന്റെ ദൂതനെ അയച്ചു പറഞ്ഞു, ഈ രാത്രിയിൽ എടുക്കുമെന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിനക്ക് നിന്റെ കൂടെ ഉള്ള എല്ലാ ജനത്തെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. പറഞ്ഞത് പ്രകാരം അങ്ങനെ തന്നെ ചെയ്തു. കപ്പൽ തകർന്നു പോയെങ്കിലും പ്രിയമുള്ളവരെ, നീന്തുവാൻ അറിയുന്നവരൊക്കെ നീന്തി രക്ഷപ്പെട്ടു. എല്ലാവരും പലകമേലൊക്കെ പിടിച്ചു വന്നു അക്കരയിലേക്ക് കടന്നു വരുന്നതായി കാണുവാൻ കഴിയും. അക്കരെ വന്ന ശേഷം ഇപ്പൊ കപ്പലില്ല, ഇപ്പൊ ഒരു പുതിയ കപ്പലിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്. അവിടുന്ന് 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നു. അവിടെ എല്ലാം വായിച്ചു വരുമ്പോൾ ആ ഭാഗങ്ങളിലേക്ക് വായിച്ചു വരുമ്പോൾ ഇപ്പൊ കപ്പൽ യാത്ര ചെയ്യുകയാണ്. വലിയ പ്രയാസങ്ങൾ നേരിടുകയാണ്, പ്രതികൂലങ്ങൾ കടന്നു വരുന്നു. 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ കപ്പൽ കാണുവാൻ കഴിയുന്നു. 22-11-ാം വാക്യം വായിക്കുമ്പോൾ 3 മാസം കഴിഞ്ഞ ശേഷം അതിന്റെ മുകളിൽ പോലും അതിന്റെ 9 മുതൽ വായിച്ചോ. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവര് ഏറിയ സമ്മാനം തന്നു, ഞങ്ങളെ മാനിച്ചു. ഏറിയ സമ്മാനം തന്നു, ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. ഏതാ കപ്പൽ? എടുത്ത വാക്യം 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലിൽ, പുതിയ കപ്പൽ, ഇപ്പം മറ്റത് പോയി ഏതാ തകരത്തില്ല, പ്രശ്നമില്ല, ധൈര്യമായിട്ട് പോയി മുമ്പോട്ട്. പിന്നെ എന്താ പറയുന്നത്? മുമ്പോട്ട് വിശ്വസിച്ച് സന്തോഷിച്ച് പിന്നെ വിശ്വാസത്തോടെ എന്നൊക്കെ പറയത്തില്ലേ. പപ്പോളം പറഞ്ഞു കപ്പലിൽ എന്തായി തീർന്നു. കൊടുങ്കാറ്റ് വന്നപ്പോൾ പോയി. നീന്താൻ പഠിച്ച പുള്ളികളൊക്കെ നീന്തി രക്ഷപ്പെട്ടു. മറ്റുള്ളവരൊക്കെ പലകമേൽ പിടിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം അവരുടെ 276 പേരും രക്ഷപ്പെടുന്നതായി കാണുവാൻ കഴിയുന്നു. ദൈവഹിത പ്രകാരമുള്ളവന്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോയാൽ, അവന്റെ വാക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ നഷ്ടപ്പെട്ടതൊക്കെയും മടക്കി തരുവാൻ വിശ്വസ്തനായ ദൈവം. കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്ക് നമ്മെ പോറ്റി പുലർത്തിയ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാമല്ലോ, ജോലിയില്ല, പുറത്തിറങ്ങാൻ കഴിയത്തില്ല. വലിയ പ്രതികൂലങ്ങൾ, ചക്കക്കുരു ഒക്കെ പുഴുങ്ങി കഴിച്ച് ജ്യൂസെടുത്ത് കുടിച്ച കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. തലമുറകളൊക്കെ ഫെയ്ത്തോമ്പിൽ വരെയും എന്നും ചക്കക്കുരു ജ്യൂസായിരുന്നു. ചക്ക വേണ്ട, കാച്ചില് വേണ്ട, ചേമ്പ് വേണ്ട, ചേന വേണ്ടാത്ത പുള്ളികളൊക്കെ പിന്നെ ജ്യൂസായിട്ട് കുടിക്കുക. ആകട്ടെ ദൈവം തമ്മിൽ അതെങ്കിലും നമുക്ക് തന്നു പോറ്റി പുലർത്തിയില്ലേ. ഓർക്കണം, പറഞ്ഞതിന്റെ ഉദ്ദേശം ദൈവഹിത പ്രകാരമുള്ളവന്റെ വാക്ക് കേട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ കപ്പൽ തകർന്നാലും ശരി, നിന്നെ ഒരു പുതിയ കപ്പൽ കയറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആ കപ്പൽ നിന്നെ വെറും കൈയോടെ അല്ല അയക്കുന്നത്, പിന്നെയോ ഏറിയ സമ്മാനവുമായി നിന്നെ കപ്പൽ കയറ്റി വിടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം വിളിച്ചു കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. വായിക്കാട്ടെ. ചില വിഷമമുള്ള വാക്കുകളൊക്കെയാണ്, ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. വായിക്കാട്ടെ. 3 നാൾ പാർത്തു, അവിടെ നിന്ന് ചുറ്റി ഓടി ലെഗ്യോനിലെത്തി. ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റ് അടിച്ചതിനാൽ പിറ്റേന്ന് ബുദ്ധിയിൽ എത്തി. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ എല്ലാവരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. പോകുന്ന ഈ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെയും സന്തോഷമാണ്. എപ്പോഴും
ആരാധന, പാട്ട്, പ്രാർത്ഥന പുതിയ വർഷം ഒരു കപ്പലായി തീരട്ടെ. ഈ വർഷത്തെ ജീവിതമല്ല ഇനി പുതിയ വർഷം കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ളവന്റെ വാക്ക് കേട്ട് യാത്ര ചെയ്യുന്നു എങ്കിൽ പ്രിയമുള്ളവരെ, കപ്പൽ തകർന്നു പോയാലും അത് 2022 വർഷത്തിൽ അതേ തകർച്ചകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പോരാട്ടങ്ങൾ വന്നിരുന്നെങ്കിലും അതേ പുതിയ വർഷം കർത്താവ് ദാനമായി തരുന്നുവെങ്കിൽ, ദൈവഹിതപ്രകാരമുള്ളവന്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ഈ പുതിയ കപ്പലിൽ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ചെല്ലുന്നിടത്തൊക്കെയും സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. കപ്പലിൽ ഒന്നിനും കുറവില്ല, സമൃദ്ധിയായിരിക്കും. കണ്ടീഷൻ ഇതാണ്. ദൈവഹിതപ്രകാരമുള്ളവന്റെ, ദൈവം വിളിച്ചവന്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോയി മതിയാകും. കപ്പൽ പ്രമാണിയുടെയും മാലിന്യയുടെയും കപ്പൽ ഉടമസ്ഥന്റെയും വാക്കല്ല നാം കേൾക്കേണ്ടത്. പകരം യേശുവിന്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ കപ്പൽ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. സ്വന്തം ജ്ഞാനത്തിലൂടെ പോകുന്നു എങ്കിൽ കപ്പലാടിയുടെയും 107-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയും. അവർ കയറിയതായ കപ്പൽ, അത് 107:23 വാക്യം വായിക്കും. 23 മുതൽ കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ, വലിയ വലിയ പെരുവെള്ളങ്ങൾ, ഈ ലോക സമുദ്രത്തിൽ ഈ ലോകത്തിൽ പല വ്യാപാരങ്ങൾ ചെയ്ത് ജീവിച്ചവർ, കോടീശ്വരന്മാർ പലരും ഉണ്ടായിരുന്നു. ഇന്നലെ 2 ദിവസം കൊണ്ട് കോടീശ്വരന്മാരായി തീർന്ന 2 പേരെ കുറിച്ച് പേപ്പറിൽ ഞാൻ വായിച്ചു. 2 ദിവസം കോടീശ്വരന്മാർ 2,44,00,000 രൂപ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വിദ്വാൻമാർ, 2 ചെറുപ്പക്കാരായ പിള്ളേർ, ഇവന്മാർ ആള് മോശക്കാരൊന്നുമല്ല, IT മേഖലയിലൊക്കെ നല്ല പരിചയമുള്ളവർ. അവരുടെ അക്കൗണ്ടിൽ 2,44,00,000 രൂപ വന്നപ്പോൾ 2 ദിവസം കൊണ്ട് ഏതാണ്ട് 16 ബാങ്കുകളിൽ അവർ അക്കൗണ്ട് എടുത്ത് 54 അക്കൗണ്ട് എടുത്തു. 54 അക്കൗണ്ട് എടുത്തിട്ട് ഈ 2,44,00,000 രൂപ 2 ദിവസം കൊണ്ട് തീർത്തു. ബാങ്കിൽ പൈസ 1 രൂപ പോലും ഇല്ല. വന്നവിടെ നല്ല 4 ആപ്പിളിന്റെ കൂടിയ ഫോൺ വാങ്ങിച്ചു പോലും. പേപ്പറിലുള്ള വാർത്തയാണ്. പക്ഷെ ഇപ്പോൾ എവിടെ നിന്നറിയാമോ? 2 പേരും ജയിലിൽ കിടക്കുകയാണ്. 2 ദിവസം കോടീശ്വരന്മാരായി. പക്ഷേ 2 ദിവസം കൊണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ജയിലിൽ കിടക്കുക 2 മിടുക്കന്മാര്. അത് സ്വന്തം ജ്ഞാനം നിമിത്തമായി ഇങ്ങനെ സമുദ്രത്തിൽ കയറി, കപ്പൽ കയറി, പെരുവെള്ളത്തിൽ മീതെ വ്യാപാരം ചെയ്തവർ, അവർ യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. അവൻ കൽപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു, അതിന്റെ തിരകളെ പൊങ്ങുമാറാക്കി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്തിൽ അത് ആയിപ്പോയി, ഉരുകിപ്പോയി. അവർ മത്തനെ പോലെ ചാടി നടന്നു. അവരുടെ ബുദ്ധി പോയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? സ്വന്തം ബുദ്ധി എല്ലാം പോയി, സ്വന്തം ജ്ഞാനമെല്ലാം പോയി. തൊടുന്നതെല്ലാം നഷ്ടം, തൊടുന്നതെല്ലാം കഷ്ടം, തൊടുന്ന ഏത് പ്രവൃത്തിയും ആപത്ത്, അനർത്ഥങ്ങൾ, എന്തു ചെയ്താലും പ്രതികൂലങ്ങൾ. തീരുമാനമെടുത്തു, ദൈവത്തോട് പറയാൻ തുടങ്ങി, ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് സംഭവിച്ചത്. കഴിഞ്ഞ കാലങ്ങൾ പുറകോട്ട് നോക്കിയാൽ ദൈവം സമൃദ്ധി തന്നപ്പോൾ ദൈവമേ എന്ന് വിളിക്കുവാൻ നേരമില്ല. ജോലി തന്നെ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മടങ്ങി വരാം. പുതിയ വർഷം കർത്താവ് തന്നിരിക്കുന്നു. പുതിയ കപ്പലിൽ നമുക്ക് കയറാം. പുതിയ കപ്പലിൽ കയറുമ്പോൾ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്, നമുക്ക് നല്ല നിശ്ചയമുണ്ട്. ഈ കപ്പൽ തീരത്തണയുവാൻ പോകുകയാണ്. എന്തുകൊണ്ടെന്ന് അറിയാമോ? അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നവനാണ്, അത് തിരമാലകളെ ശാസിക്കുന്നവനാണ്. അത് അവർ ആഗ്രഹിച്ച തീരത്തോട് എത്തിക്കുന്ന ഒരു യേശു ഈ കപ്പലിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിന്റെ കാലത്ത് വേറൊരു കപ്പലിനെ കുറിച്ച് കാണുവാൻ കഴിയും. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയും. യേശു യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ കാണാൻ കഴിയും. ആ കപ്പൽ യേശു കിടന്ന് ഉറങ്ങുന്നു. കൂടെ പല ചെറു പടകുകളും ഉണ്ടായിരുന്നു, പല ചെറിയ കപ്പലുകളും ഉണ്ടായിരുന്നു. ആ കപ്പലൊക്കെ ഉണ്ടെങ്കിലും യേശു ഉള്ള ഒരു കപ്പൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ
ശിഷ്യന്മാരും യേശുമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യേശു നല്ല ഉറക്കമാ കപ്പലുള്ളത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരായി അതേ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു, തിരമാലകൾ പടകിൽ തള്ളി കയറുന്നു. അവർ നിലവിളിക്കുകയാണ്, ഗുരു, നാഥാ എന്ന് വിളിക്കുകയാണ്. ഞങ്ങൾ നശിക്കുന്ന നിനക്ക് വിചാരമില്ലയോ? ന്യായമായ ചോദ്യമാണ്. ഈ വർഷം പലപ്പോഴും നമ്മൾ ചോദിച്ച ഒരു ചോദ്യമായിരിക്കും, കർത്താവേ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, ഈ പാതയിൽ ഞങ്ങൾ കർത്താവേ നീ ഞങ്ങളെ കൊണ്ടുവന്നു, പക്ഷെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഇന്ന് പകൽക്കാലം അത് ശിഷ്യന്മാരും അത് തന്നെയാണ് വിളിച്ചത്. നാഥാ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ല. ഞങ്ങളെ വിളിച്ച് വേദനിച്ച് കൊണ്ടുവന്നിട്ട് അപ്പനെയും അമ്മയും സഹോദരങ്ങളെ സ്വന്തക്കാരെ ബന്ധുക്കാരെ എല്ലാം വിട്ട് വന്നിട്ട് ഞങ്ങളുടെ കർത്താവേ ഈ പടകിൽ ഈ കപ്പൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നു, നീ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു, തിരമാലകൾ കടന്നു വരുന്നു. കർത്താവേ, ഞാൻ ഞങ്ങൾ എന്ത് ചെയ്യും? യേശു ഉറങ്ങുകയാണ്. അവർ കരയുകയാണ്, അവർ ശക്തമായി പ്രാണഭയത്തെ നിലവിളിക്കുകയാണ്. എന്താ പറയുന്നത്? നാഥാ, ഞങ്ങൾ നശിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ? അവനെ ഉണർത്തുകയാണ്. യേശു ഉണർന്ന് നോക്കുമ്പോൾ വലിയ തിരമാല ആഞ്ഞടിക്കുന്നു. തിരയിൽ പടകിൽ കപ്പലിൽ വെള്ളം കയറുകയാണ്. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും, തിരമാലകൾ ആർത്തലച്ചു വരുന്നു. യേശു എഴുന്നേറ്റു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. വായിച്ചോളെ ഭാഗം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് വായിക്കുക, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് കൽപ്പിച്ചു. കാറ്റെന്ത് ചെയ്തു? കാറ്റമർന്നു. വലിയ ശാന്തത ഇന്ന് പകൽക്കാലം നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നാം സഞ്ചരിക്കുന്ന, പോകുന്ന, യാത്ര ചെയ്യുന്ന കപ്പലിൽ യേശു ഉണ്ടോ? ഉണ്ടെങ്കിൽ മറ്റു ചെറുപടകുകളുടെ കാര്യം നിങ്ങൾ ഓർത്ത് നോക്കുക. യേശുവുള്ള പടകിൽ പോലും തിരമാല ആഞ്ഞടിക്കുന്നുവെങ്കിൽ, വെള്ളം തള്ളി കയറുന്നുവെങ്കിൽ, കപ്പൽ ആടി ഉലയുന്നുവെങ്കിൽ, യേശുവില്ലാത്ത കപ്പലിന്റെ നിലവാരം എന്തായിരിക്കും? ഒന്നുമില്ലാത്ത അവസ്ഥയിലായി തീർന്നു കാണും. കണ്ണടച്ചാട്ട് മുഴങ്കാൽ മടക്കുകയാണ്. നമ്മെ അക്കരെ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം തണ്ട് വലിച്ച് വലയുമ്പോൾ കടന്നു വരുന്ന ഒരു യേശു നമുക്കുണ്ട്. ദൈവഹിത പ്രകാരമാണ് നീ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വരുന്ന വർഷം കർത്താവേ വൃക്ഷപ്രകാരം ജീവിച്ചോളാമെന്ന് തീരുമാനമെടുത്ത് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതയാത്രയിൽ കർത്താവ് അതേ കഷ്ടങ്ങൾ അനുവദിച്ചാലും, അവൻ കൊടുങ്കാറ്റ് കൽപ്പിച്ചാലും, നീ മുങ്ങിപ്പോകാതെ വണ്ണം, നിന്റെ പ്രാണന് ഹാനി വരാതെ വണ്ണം സൂക്ഷിക്കുവാൻ കഴിയുന്നവൻ ഇതാ നമ്മുടെ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്ക്. എൻ്റെ പടകിൽ യേശു ഉണ്ടോ എന്ന്, എൻ്റെ കപ്പലിൽ യേശു ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുകയും, യേശു ഉറങ്ങുന്ന അവസ്ഥയിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിക്കാം, നാഥാ, ഗുരു, ഞങ്ങൾ രക്ഷിക്കണം, ഞങ്ങൾക്ക് എത്തണം, യേശുവേ കരുണ കാണിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാൻ. വലിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുവാൻ പോകുന്നു. ലോകം ഭയങ്കരമായ കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വസ്നേഹികളായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മീയ ഗോളത്തിൽ തകർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതേ ലോകം വലിയ ശാസ്ത്രീയമായ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ മറുഭാഗത്ത് മനുഷ്യൻ അജ്ഞാനികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിലും അന്യോന്യം വെട്ടി വീഴ്ത്തുകയാണ്, മനുഷ്യനെ വെട്ടി നുറുക്കുകയാണ്. അതേ അവൻ വിവിധങ്ങളായ നിലവാരങ്ങൾ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഏതാണ് 51 പീസാക്കുന്നു മനുഷ്യനെ. നോക്കണം, തന്നോടുകൂടി ജീവിച്ച സഹപാഠി, തന്റെ ഭാര്യയെ, തന്റെ ഭർത്താവിനെ വെട്ടി വീഴ്ത്തുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഓർക്കണം, ഇതെല്ലാം പിശാചിന്റെ രംഗപ്രവേശത്തിന് മുമ്പായി സംഭവിക്കുന്ന വിഷയമാണ്. അവനും അറിയാം അല്പസമയം മാത്രമേ ഉള്ളൂ എന്ന്. ഒരു ഓർക്കണം, ഈ ലോകം വിട്ടു പോകുവാൻ സമയമായിരിക്കുന്നു. നമ്മുടെ യേശു വരാനായി. മുഴങ്കാൽ മടക്കിയാട്ടെ, കണ്ണുടച്ചാട്ടെ. വലിയ കൊടുങ്കാറ്റുകൾ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ അത് ദൈവ പൈതലേ നാം ആഗ്രഹിക്കുന്ന തീരത്ത് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ മധ്യേ പടകിലുണ്ട്. ആ യേശു ഉണ്ടെങ്കിൽ അക്കരെത്തുവാൻ കഴിയും. കൊടുങ്കാറ്റ് വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ ആഞ്ഞടിക്കട്ടെ, നാം ധൈര്യമുള്ളവരായിരിക്കാം. യാതൊരുമായ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഉടയവൻ നമ്മോട് കൂടെയുണ്ട്.
നമ്മെ വിളിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ അക്കരെ കൊണ്ടെത്തിക്കുവാൻ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ പടകിൽ യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഈ യാത്രയിൽ പ്രതികൂലങ്ങൾ ഉണ്ട്, തിരമാലകൾ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചെന്ന് വന്നേക്കാം. എങ്കിലും യേശു ഉള്ളിടത്തോളം കാലം അതിൽ നാം പടക് മുങ്ങിപ്പോകയില്ല. ലക്ഷ്യത്തിൽ നമ്മെ കൊണ്ടെത്തിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു ഭയപ്പെടേണ്ട. കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഈ ആണ്ടിന്റെ ആരംഭ ഞായറാഴ്ച മുതൽ ഈ സമയം വരെ നമ്മെ പോറ്റി പുലർത്തിയ ദൈവം, കൺമണി പോലെ സൂക്ഷിച്ച ദൈവം, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തന്നവനായ ദൈവം, ബാലസിംഹങ്ങൾ പോലെ ഇരുട്ടാതെ അതേ കഴിഞ്ഞപ്പോൾ വിശന്നിരുന്നപ്പോൾ ഈ വർഷം നമുക്ക് വേണ്ട ആഹാരം ദൈവം തന്നല്ലോ. ആഹാരം ദൈവം നമുക്ക് തന്നല്ലോ. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും നമുക്ക് കർത്താവ് ദാനം ചെയ്ത് തന്നല്ലോ. ഇനിയുള്ള നാളുകൾ നൽകുവാൻ വിശ്വസ്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. കുറവുകൾ, പോരായ്മകൾ, അവിശ്വസ്തതകളൊക്കെയും ഉണ്ടായിട്ടും നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. എത്രയോ സന്ദർഭങ്ങൾ കൊടുങ്കാറ്റ് തിരമാലകൾ നമ്മുടെ പടകിൽ നേരെ വന്നു. പലപ്പോഴും പടക് മുങ്ങുന്ന സാഹചര്യങ്ങൾ വന്നു. എങ്ങനെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുമെന്ന് ഓർത്ത് പലപ്പോഴും മരിച്ചാൽ മതി ആയിരുന്നു എന്ന് ചിന്തിച്ചു പോയി. ഈ യേശുവിനെ അറിഞ്ഞിട്ട് എന്ത് ഗുണമുണ്ടായി, യേശു കൂടെ ഉണ്ടായിട്ട് എന്താ നമുക്ക് ഗുണമുണ്ടായെന്ന് ഓർത്ത് വ്യാകുലപ്പെട്ട് നിരാശപ്പെട്ട് ഇനി മരിച്ചാൽ മതി, ജീവിതം അവസാനിപ്പിക്കാം എന്ന് ഓർത്ത് ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ലായിരുന്നു. ദൈവ പൈതലേ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ നിന്റെ ഉടയവനാണ്. നീ മരിക്കുന്നത് അവന് ഇഷ്ടമില്ല. നിന്നോടുകൂടെ അവൻ ഉണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. അവൻ രാജാതി രാജാ
നോക്കുന്നതെങ്കിൽ, അവനെ വിളിക്കുന്നതെങ്കിൽ, നിന്റെ നേരെ വരുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ അവൻ അധികാരമുണ്ട്. അവൻ കൽപ്പിക്കുമ്പോൾ അത് അനുസരിക്കും. എത്ര പേർ വിശ്വസിക്കും? ഈ വർഷത്തിൽ വന്നുപോയ കഷ്ടങ്ങളെയും പ്രതികൂലങ്ങളെയും പോരാട്ടങ്ങളെയും കണ്ട് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അവയെല്ലാം കർത്താവ് നിർമൂലമാക്കിയിരിക്കുന്നു. യേശു നമ്മുടെ പടകിലുണ്ട്. ദൈവ പൈതലെ, യേശു നമ്മുടെ പടകിലുണ്ട്. ഒരു പക്ഷേ അവൻ വിശ്രമിക്കുകയായിരിക്കാം, അവൻ ഉറങ്ങുകയായിരിക്കാം. നീ വിളിച്ചാൽ മതി, എന്ന് വിളിച്ചാൽ മതി, അവൻ എന്നെ സഹായിക്കും. കരുണയുള്ള നമ്മുടെ ദൈവം വിളിച്ചപ്പോൾ എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ ഉറങ്ങുകയില്ലായിരുന്നു, എന്നെ പിടിച്ച് എന്തിനാ എന്നൊന്നും യേശു ചോദിച്ചില്ല. യേശു എന്നെ നോക്കുമ്പോൾ പ്രതികൂലങ്ങളാണ് കാണുന്നത്. തിരമാല തള്ളിക്കയറുന്നു, പടകിലേക്ക് വെള്ളം കയറുന്നു, അത് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. യേശു നോക്കിയപ്പോൾ അവരെ അല്ലേ ശാസിച്ചത്, പകരം കാറ്റിനെയും കടലിനെയും ശാസിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങളും അവിശ്വാസങ്ങളും വന്നേക്കാം. ഈ വർഷം കുറവുകളും പോരായ്മകളും വന്നേക്കാം. എങ്കിലും നമ്മെ ശാസിക്കാതെ നമ്മുടെ നേരെ വരുന്ന പ്രതികൂലങ്ങളെ ശാസിക്കുന്നവനാണ് നമ്മുടെ യേശു. വിശ്വസിക്കുന്നു, നമ്മെ അവൻ ശാസിക്കുന്നത്. പിന്നെയോ നമ്മൾ നേരെ വരുന്ന പോരാട്ടങ്ങളെ, പ്രതികൂലങ്ങളെ, കഷ്ടങ്ങളെ, നിന്ദകളെ, പരിഹാസങ്ങളെ, എല്ലാ ദുരിതങ്ങളെയും ശാസിച്ചകറ്റുവാൻ അധികാരമുള്ളവൻ നമ്മുടെ മധ്യേ നടകൊള്ളുകയാണ്. അവൻ വിശ്വസിച്ചാൽ, അവൻ ആശ്രയിച്ചാൽ, അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ, അവന്റെ മുഖത്തേക്ക് നോക്കിയ ഒരാളും രക്ഷിച്ചു പോയിട്ടില്ല. അവന്റെ മുഖം പ്രകാശമായി തീർന്നിട്ടുണ്ട്. ഇന്ന് മകൾക്കാലം ആണ്ടിന്റെ അവസാന ഞായറാഴ്ചയ്ക്ക് നാം വന്നിരിക്കുകയാണ്, ആരാധനയുമായി വന്നിരിക്കുന്നു. ഈ ആണ്ടിന്റെ ഞായറാഴ്ച നമുക്ക് ഇല്ല പ്രിയമുള്ളവരെ. ഇന്ന് കണ്ട മിസ്രീമിനെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് വാക്കു പറഞ്ഞവൻ നമ്മുടെ മധ്യേ വന്നിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും കണ്ടിട്ട് ഇതയോടെ പോലെ യഹോവേ നീ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ വർഷം നമ്മുടെ ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ട് നമുക്ക് കൊറോണ വരുന്നു? പലപ്പോഴും നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ട്. ദൈവമക്കൾക്കും കർത്താവിന്റെ ശുശ്രൂഷകർക്കും അല്ലാത്തവർക്കും ഒക്കെ വന്നില്ലേ? നമ്മുടെ ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ട് എനിക്കിത് വന്നു? എന്തുകൊണ്ട് ഇന്നാർക്കിത് വന്നു? ചിന്തിച്ച ദിവസങ്ങളില്ലേ പ്രിയമുള്ളവരെ? പടകിന് നേരെ തിരമാല തള്ളിക്കയറിയേക്കാം, കൊടുങ്കാറ്റാഞ്ഞടിച്ചേക്കാം, പടക് മുങ്ങുമാറാകുന്ന അവസ്ഥ വന്നേക്കാം. പക്ഷെ മുങ്ങത്തില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? യേശുനാഥനും കൂടെ ഉള്ളിടത്തോളം കാലം പടകാരെല്ലാം മുക്കുവാൻ നോക്കിയാലും, എന്നെ നിങ്ങളുടെ വിശ്വാസ കപ്പൽ മുക്കി താഴ്ത്തുവാൻ നോക്കിയാലും, ദൈവം പൈതലേ യേശു ഉള്ളിടത്തോളം കാലം പടക് മുങ്ങുകയില്ല, കപ്പൽ മുങ്ങുകയില്ല. എന്തുകൊണ്ടെന്നാൽ യേശു കൂടെ ഉള്ളത് കൊണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അനേകത്തിന്റെ മുക്കിക്കളയുവാൻ നോക്കിയ സന്ദർഭങ്ങൾ വന്നിട്ടില്ലേ? ഈ വർഷം തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയ സന്ദർഭങ്ങൾ വന്നിട്ടില്ലേ? ഭൂമുഖത്തിനെ മാറ്റിക്കളയുവാൻ പോലും പിശാച് പരിശ്രമിച്ചിട്ടില്ലേ? പല രോഗങ്ങളിൽ കൊണ്ടുവന്നിട്ടില്ലേ? എന്നാൽ പോലും കരുണയുള്ള കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ കൃപയൊന്ന് മാത്രമാണ് ഭൂമുഖത്ത് നീ ആയിരിക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. മരണകാലമായ കഷ്ടങ്ങൾ വന്നപ്പോൾ, അനർത്ഥങ്ങൾ വന്നപ്പോൾ, ആപത്തുകൾ വന്നപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ, ദൈവ പൈതലേ മുക്തി കളയുവാൻ ശത്രു പരിശ്രമിച്ചപ്പോൾ മുങ്ങിപ്പോകാതിരുന്നത് യേശു കൂടെ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു. യേശു കൂടെ ഉണ്ടെങ്കിൽ പടക് മുങ്ങുകയില്ല, മുങ്ങുമാറാകും, പക്ഷെ മുങ്ങിപ്പോകയില്ല. ശത്രു നമ്മെ ആഴത്തിൽ തള്ളിയിടുവാൻ നോക്കിയാലും ദൈവ പൈതലേ കർത്താവ് കരം പിടിച്ച് ഉയർത്തുവാൻ വിശ്വസ്തനാണ്. അവന്റെ കരത്തിൽ നീ അത് ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ നിന്റെ കരത്തിൽ പിടിക്കുവാൻ വിശ്വസ്തനാണ്. അവന്റെ ഉള്ളകത്തിനെ വഹിച്ചു സൂക്ഷിച്ചില്ലേ? ഈ വർഷത്തിന്റെ ആരംഭ ഞായറാഴ്ച മുതൽ ഇതുവരെയും കാത്തു പരിപാലിച്ചല്ലോ. പൂർണ്ണമായി വിശ്വസിക്കണം. ദേവാലയത്തിൽ ചെന്നപ്പോൾ സാക്ഷി കണ്ടതുപോലെ ഒരു പാസ്റ്റർ പറഞ്ഞ ഒരു വാക്കിതായിരുന്നു, ദൈവത്തിന്റെ കരത്തിൽ നാം പിടിച്ചാൽ സമയം വരുമ്പോൾ നാം പിന്മാറിപ്പോകും. എന്നാൽ നമ്മുടെ കരത്തിലാണ് യേശു പിടിച്ചിരിക്കുന്നതെങ്കിൽ
പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഓടിപ്പോകണമെന്ന് ആഗ്രഹിച്ചാലും യേശു നമ്മെ വിടത്തില്ല. പ്രിയമുള്ളവർ, അവൻ നമ്മെ കൈവിടുകയില്ല, ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. പ്രതികൂലങ്ങളെല്ലാം നീക്കുവാൻ അവൻ അധികാരമുള്ളവനായി നമ്മുടെ മധ്യേ വന്നിരിക്കുകയാണ്. വിശ്വാസ കണ്ണുകൾ തുറന്നാട്ടെ. യേശു നമ്മുടെ മധ്യേ നിൽക്കുന്നു. കരത്തിൽ താങ്ങി നടത്തിയവൻ, നമ്മെ പോറ്റി പുലർത്തിയവൻ, പ്രതികൂലങ്ങളെ മധ്യ സൂക്ഷിച്ചവൻ, മാർഗത്തിൽ നടത്തിയവൻ നമ്മുടെ മധ്യേ വന്നിരിക്കുകയാണ്. ഈ വർഷം എത്രയോ വാഹന അപകടങ്ങൾ നേരിടാമായിരുന്നു. ജോലി സ്ഥാനങ്ങൾ മറിഞ്ഞു വീഴുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ആപൽകരമായ ജോലികൾ ചെയ്യുന്ന സ്ഥാനങ്ങളിൽ നിന്നൊക്കെയും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ദുരവഹമാകുന്ന സ്ഥാനങ്ങൾ അവിടെയെല്ലാം കൺമണി പോലെ കാത്തു. എത്രയോ പേർ വാഹന അപകടങ്ങളിൽപ്പെട്ട് മരിച്ചപ്പോൾ നമ്മൾ യാത്ര ചെയ്ത വാഹനങ്ങൾ കൺമണി പോലെ സൂക്ഷിച്ചില്ല. വേണ്ട സുഖം എല്ലാം ആരോഗ്യം തന്നില്ല. എത്രയോ പേർ കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ നമ്മൾ ദൈവം നമ്മെ താങ്ങി നടത്തിയില്ലേ. ഇതെല്ലാം ഓർക്കുമ്പോൾ മൗനമായിരിക്കുവാൻ കഴിയുമോ? നമ്മുടെ കൂടെ ഈ പകൽക്കാല വിശേഷമായ കൃപ നൽകി നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നമ്മൾ ജപിച്ച ഒരു കുഞ്ഞിനെ, ഒരു പെൺകുഞ്ഞിനെ ദൈവദാനമായി നൽകി കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. ആവശ്യമായ കൃപകൾ നൽകേണ്ടതിനായി സ്തോത്രം. ദാനമായി നൽകിയതിന്റെ പേരിൽ ഒരു മധുരമുണ്ട്, അതെല്ലാവരും വാങ്ങി കഴിച്ചിട്ട് പോകാം. കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി സ്തോത്രം. നമ്മൾ ലക്ഷ്യമൊന്നു മാത്രം, അക്കരെ ചെന്ന് ചേരുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇനി ധാരാളം വിഷയങ്ങളുണ്ട്. സമയത്തുരുക്കമായതുകൊണ്ടെല്ലാം നിർത്തി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള ഒരു യേശു നമ്മുടെ പടകിൽ ഉണ്ട്. ആഗ്രഹിച്ച തീരത്ത് അവൻ അവരെ കൊണ്ടെത്തിച്ചു. ശാന്തത വന്നത് കൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നമ്മെ അക്കരെ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന യേശു ഉള്ളതിനാൽ സ്തോത്രം. നിശ്ചയമായി നമ്മെ കൊണ്ടെത്തിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. പിതാവേ, അടിയങ്ങളെ താഴ്ത്തുന്നവിടുത്തെ സ്നേഹത്തെ ഓർത്തങ്ങെ സ്തുതിക്കുന്നു. അപ്പാ, ഈ ആണ്ടിന്റെ ആരംഭ ഞായറാഴ്ച മുതൽ ഈ സമയം വരെയും ഞങ്ങൾ കൺമണി പോലെ കാത്തു. ഈ ആണ്ടിന്റെ ആരംഭം കണ്ട എത്രയോ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ പലരും മൺമറഞ്ഞു പോയി. എങ്കിലും ഞങ്ങളെല്ലാവരും ശിക്ഷിപ്പിച്ചത് ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കായി സ്തുതിക്കുന്നു. ഓരോ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരും ഗ്രഹിച്ചാട്ടെ. മക്കളുടെ മക്കൾ കടന്നു പോകുന്നു. വഴി യാത്രകളൊക്കെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. എന്നാലെല്ലാം ബോധമായി കടന്നു വന്നുപോ എല്ലാവരും അനുഗ്രഹിക്കണം. ഓരോ ഭവനങ്ങളെ, കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ആത്മീയമായും ഭൗമികമായും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെ കരയ്ക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഞങ്ങൾ പടകിലുള്ളത് ഓർത്തങ്ങയെ സ്തുതിക്കുന്നു. പ്രതികൂലങ്ങളെല്ലാം വരുമ്പോൾ യേശു നമ്മോട് ഉള്ളത് ഓർത്തങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും വാഗ്വാദത്തോടും വാക്ക് തർക്കത്തോടും കോപത്തോടൊക്കെയും ഈ കപ്പലിൽ യാത്ര ചെയ്തു പോയിട്ടുണ്ട്. പലപ്പോഴും ദൈവഇഷ്ടപ്രകാരം ജീവിച്ചിട്ടുണ്ട്. കർത്താവിന് ആളുകൾ ജീവിക്കാതെ സ്വന്തം വഴികളിലൂടെ ജീവിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് കൽപ്പിച്ച ദൈവിക അരുളപ്പാടുകൾക്കായി സ്തോത്രം. കർത്താവിന് ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് പുതിയ വർഷം കർത്താവ് ദാനമായി തരുന്നുവെങ്കിൽ കർത്താവിനെ പോലായി തീർന്നുകൊണ്ട് കർത്താവ് ഒരുക്കുന്ന അവകാശം പ്രാപിക്കുവാൻ അടിയങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ധാരാളം കൃപകൾ നൽകണം. ഇവിടുത്തെ മക്കൾ കടന്നു പോകുന്ന വഴികളിൽ, വാഹനങ്ങൾ, യാത്രകളിലൊക്കെയും സൂക്ഷിച്ചാണ്. ഈ ആഴ്ച നിൽക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹമാക്കി തീർക്കണം. ഒരു നാൾ താഴ്മയുടെ ഭയത്തോടെ ജീവിച്ച് കർത്താവിനുക്കുന്ന അവകാശം പ്രാപിപ്പാൻ അടിയങ്ങളെല്ലാവരെയും സഹായിക്കണം. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ കർത്താവ് പ്രാർത്ഥനയാൽ സ്തോത്രം. കർത്താവിനെ സമാധാനം അവിടെ സൂക്ഷിക്കും. നാം എല്ലാവരോടും പ്രാർത്ഥിച്ചുള്ള കാര്യങ്ങളോട് കർത്താവിന് നാളുകളെ പോലും ഇരിക്കുമാറാകട്ടെ. എല്ലാവരും